ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു ന്യൂബോൺ നേഴ്സാണ്. പ്രസവം കഴിഞ്ഞ് ഡിസ്ചാർജായി വീട്ടിലെത്തുമ്പോൾ മിക്ക അമ്മമാരെയും അലട്ടുന്ന ഒരു വലിയ പേടിയാണ് കുഞ്ഞിന് തൂക്കം കുറയുന്നത്. ആശുപത്രിയിൽ വെച്ച് കണ്ട ആ ഒരു തടി ഇപ്പോഴില്ല, കുഞ്ഞ് മെലിഞ്ഞു പോയി എന്ന് പറഞ്ഞ് ഒരുപാട് അമ്മമാർ വിഷമിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതൊരു അസുഖമാണോ? എപ്പോഴാണ് നമ്മൾ ശരിക്കും പേടിക്കേണ്ടത്? ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ആഴത്തിൽ സംസാരിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം അവസാനം അമ്മമാർക്കായി ചില പ്രത്യേക ടിപ്സും ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യമായി സംസാരിക്കുന്നത് എന്തുകൊണ്ട് തൂക്കം കുറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനിച്ച ഉടനെ എല്ലാ കുഞ്ഞുങ്ങൾക്കും തൂക്കം കുറയും എന്നുള്ളതാണ്. ഇതിനെ ഫിസിയോളജിക്കൽ വെയ്റ്റ് ലോസ് എന്ന് വിളിക്കാറുണ്ട്. ഇത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തികച്ചും സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ ഒരു ദ്രാവകത്തിന് ഉള്ളിലാണ് ഇരിക്കുന്നത്. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയും. ജനിച്ചു വീഴുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഈ അധിക ദ്രാവകം ഉണ്ടാകും. ആദ്യ ദിവസങ്ങളിൽ കുഞ്ഞ് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ ഈ ദ്രാവകം പുറത്തേക്ക് പോകുന്നു. കൂടാതെ കുഞ്ഞ് പുതിയൊരു അന്തരീക്ഷമായി പൊരുത്തപ്പെട്ടു വരുന്നതേയുള്ളൂ. അതുകൊണ്ട് ജനിച്ചപ്പോഴുള്ള തൂക്കത്തിൻ്റെ 5% മുതൽ 10% വരെ ആദ്യത്തെ ഒരാഴ്ചയ്ക്കുള്ളിൽ കുറയാം. ഉദാഹരണത്തിന് ഒരു 3 കിലോ വെയിറ്റുള്ള കുഞ്ഞിന് ഒരു 200 മുതൽ 300 ഗ്രാം വരെ കുറഞ്ഞാൽ അത് കുഴപ്പമില്ല, നോർമൽ ആണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിൽ അമ്മമാർ സ്വയം കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. തൂക്കം എപ്പോൾ കൂടി തുടങ്ങും? എപ്പോഴാണ് കുഞ്ഞ് പഴയ തൂക്കത്തിലേക്ക് വരുന്നത്? സാധാരണയായിട്ട് 10ാം ദിവസം മുതൽ കുഞ്ഞ് തൂക്കം വെച്ച് തുടങ്ങും. കൃത്യമായി പറഞ്ഞാൽ 2 ആഴ്ച, 14 ദിവസം. ജനിച്ച് 14 ദിവസത്തിനുള്ളിൽ കുഞ്ഞിന് വെയിറ്റ് ഗെയിൻ ആകാൻ തുടങ്ങും. കുഞ്ഞ് ജനിച്ചപ്പോഴുള്ള ആ പഴയ തൂക്കത്തിലേക്ക് തിരിച്ചെത്തണം 14 ദിവസം ആകുമ്പോഴേക്കും. അതിനുശേഷം ഓരോ മാസവും ഏകദേശം 800 ഗ്രാം മുതൽ 1 കിലോ വരെ തൂക്കം കൂടും. ഇവിടെ അമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, തൂക്കം നോക്കുമ്പോൾ എപ്പോഴും ഒരേ മെഷീൻ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കാരണം ഓരോ മെഷീനിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. രാവിലെ കുളിപ്പിക്കുന്നതിന് മുമ്പ് ഒരേ സമയത്ത് തൂക്കം നോക്കുന്നത് ഏറ്റവും ഫലപ്രദമായ ഒന്നാണ്. ഇനി നമ്മൾ എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? വെയിറ്റ് ലോസ് ആകുമ്പോൾ എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാണേണ്ടത്? കുഞ്ഞിന് 2 ആഴ്ച കഴിഞ്ഞിട്ടും പഴയ തൂക്കം വന്നില്ല എങ്കിൽ, പിന്നെ കുഞ്ഞ് ദിവസവും 6 തവണയിൽ കുറവാണ് മൂത്രമൊഴിക്കുന്നത് എങ്കിൽ ഇതിനർത്ഥം കുഞ്ഞിന് ശരിക്കും പാല് കിട്ടുന്നില്ല എന്നാണ്. പാല് കുടിക്കാൻ കുഞ്ഞ് വലിയ മടി കാണിക്കുകയോ അല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങുകയോ ആണെങ്കിൽ ഈ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഡോക്ടറിൻ്റെ സഹായം തേടേണ്ടത്. അല്ലാതെ കുഞ്ഞൊന്ന് മെലിഞ്ഞു എന്ന് കരുതി ഒരിക്കലും മുലപ്പാൽ കൊടുക്കുന്നത് നിർത്തുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യരുത്. ഇനി അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ശാന്തമായിരിക്കുക. നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ അത് നിങ്ങളുടെ മുലപ്പാലിൻ്റെ അളവിനെ ബാധിക്കും. അത് കുഞ്ഞിൻ്റെ തൂക്കത്തെയും. നന്നായി പോഷകാഹാരം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ പഴയ എല്ലാ വീഡിയോസും എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ന്യൂബോൺസിനെ കുറിച്ചുള്ള എന്ത് ഡൗട്ടും നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് ചോദിക്കാം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.